Hi, I am Dr. Radhakrishnan Nair, practicing gynecologist with special interest in andrology and sexual medicine from Cochin. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പ്രീമറൈറ്റൽ കൗൺസിലിങ്ങിന്റെ പ്രാധാന്യത്തെ പറ്റിയാണ് പറഞ്ഞത്. പ്രീമറൈറ്റൽ കൗൺസിലിംഗ് എടുക്കാത്തത് കാരണം ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഒരു ദമ്പതിയുടെ കഥ ഇവിടെ ഞാൻ ഷെയർ ചെയ്യാം. വിവാഹം കഴിഞ്ഞപ്പോൾ ഭർത്താവിന് അയർലൻഡിലായിരുന്നു ജോലി. 8 മാസം കഴിഞ്ഞപ്പോൾ ഭാര്യയും അയർലൻഡിലേക്ക് പോയി. ഒരു 2 വർഷത്തെ കോഴ്സ് പഠിക്കാനുള്ള അഡ്മിഷനും കൂടി അവർ എടുത്തിട്ടാണ് പോയത്. ഹസ്ബൻഡിന്റെ ഒരു സുഹൃത്ത് നാട്ടിൽ ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു. അവരുടെ നിർദ്ദേശപ്രകാരം ഭാര്യയോട് പ്രഗ്നന്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓറൽ കോൺട്രസെപ്റ്റീവ് മരുന്നുകൾ മേടിച്ചിട്ട് വരാൻ ഭർത്താവ് ആവശ്യപ്പെട്ടു. ഭാര്യയ്ക്ക് ഇഷ്ടമില്ലായിരുന്നുവെങ്കിലും ഭർത്താവ് പറഞ്ഞത് പ്രകാരം മേടിച്ചിട്ട് പോയി. അവർ ആദ്യത്തെ 6 മാസം ഈ മരുന്നുകൾ ദിവസവും കഴിച്ചു. പിന്നെ അവർ മറ്റുള്ള മെത്തേഡുകൾ ഉപയോഗിച്ചു. ഇടയ്ക്ക് ഐപിൽ പോലുള്ള എമർജൻസി പില്ലുകളും ഉപയോഗിക്കേണ്ടി വന്നു. 2 വർഷത്തിനുള്ളിൽ 8 മാസത്തോളം അവർ OCP മരുന്നുകൾ, അതായത് പ്രഗ്നന്റ് ആകാതിരിക്കാനുള്ള മരുന്നുകൾ കഴിച്ചിരുന്നു. അതുകൊണ്ട് അവർക്കൊരു പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷേ 2 വർഷം കഴിഞ്ഞ് അവരുടെ പഠിത്തം കഴിഞ്ഞതിന് ശേഷം പ്രഗ്നൻസി ആവാതിരിക്കാനുള്ള മരുന്നുകൾ നിർത്തിയിട്ട് അവർ പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്തു. പ്രഗ്നന്റ് ആവാതിരുന്നപ്പോൾ നാട്ടിൽ വന്ന് അവർ എന്നെ കൺസൾട്ട് ചെയ്തു. ഞാനൊരു മെയിൽ ഗൈനക്കോളജിസ്റ്റ് ആയതുകൊണ്ടാവാം ഭർത്താക്കന്മാരെയാണ് ആദ്യം പരിശോധിക്കുക, അല്ലെങ്കിലും അങ്ങനെയാണ് കേട്ടോ. ഞാൻ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വൃഷ്ണങ്ങളിൽ നിന്നും ബീജം പുറത്തേക്ക് കൊണ്ടുപോകുന്ന ട്യൂബ്, അതായത് വാസ് ഡിഫറൻസ് എനിക്ക് പാൽപേറ്റ് ചെയ്യാൻ ചെയ്തപ്പോൾ കിട്ടിയില്ല. ഞാൻ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ ബീജം പരിശോധിച്ചു. അപ്പോൾ അതിൽ എനിക്ക് ഒരു ബീജവും കാണാൻ കഴിഞ്ഞില്ല. അതിന് അസൂസ്പെർമിയ എന്നാ പറയുക. ഇങ്ങനെയുള്ളവർക്ക് നോർമൽ പ്രഗ്നൻസിക്ക് ബുദ്ധിമുട്ടായിരിക്കും. അദ്ദേഹത്തിന് സ്കാനിങ് വിട്ടപ്പോൾ ജന്മന ആ ട്യൂബ് ഇല്ലാത്തൊരു കണ്ടീഷനാണ് ഭർത്താവിനെന്ന് മനസ്സിലായി. CBAVD അല്ലെങ്കിൽ കൺജനിറ്റൽ ബയലാറ്ററൽ ആബ്സെൻസ് ഓഫ് വാഷ് ഡിഫറൻസ് എന്ന കണ്ടീഷനായിരുന്നു. നിങ്ങൾക്ക് നോർമലായി കുട്ടികൾ ഉണ്ടാകാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ IVF എന്ന മെത്തേഡ് കൂടി കുട്ടികൾ ഉണ്ടാക്കാൻ സാധിക്കുമായിരിക്കും എന്ന് ഞാൻ അവരോട് പറഞ്ഞപ്പോൾ ഭാര്യ ഇരുന്ന് കരയാൻ തുടങ്ങി. ഭർത്താവിനോട് ദേഷ്യത്തിൽ സംസാരിക്കാനും തുടങ്ങി. കാരണം അന്വേഷിച്ചപ്പോഴാണ് അവർ പറഞ്ഞത്, ഭർത്താവ് എന്നെ കൊണ്ട് 1 വർഷത്തോളം പ്രഗ്നൻസി ആകാതിരിക്കാനുള്ള മരുന്നുകൾ ഡെയിലി കഴിപ്പിക്കുമായിരുന്നുവെന്ന്. ഈ പ്രശ്നം നേരത്തെ അറിയാമായിരുന്നുവെങ്കിൽ ആ മരുന്നുകൾ കഴിക്കേണ്ടിയിരുന്നില്ലല്ലോ ഡോക്ടർ എന്ന് പറഞ്ഞാണ് അവർക്ക് അറിയാൻ തുടങ്ങിയത്. അവർ പറഞ്ഞത് എത്രയോ ശരിയല്ലേ. ഈ ഒരു കണ്ടീഷൻ മാത്രമല്ല, വേറെ പല കണ്ടീഷൻസ് കാരണം സെമൻ പരിശോധിക്കുമ്പോൾ ബീജങ്ങൾ ഇല്ലാത്ത അവസ്ഥ, അതായത് അസൂസ്പെർമിയ എന്നത് ഞാൻ കാണാറുണ്ട്. എന്റെ ക്ലിനിക്കിൽ സെമൻ അനാലിസിസ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. പ്രീമറിറ്റൽ കൗൺസിലിംഗ് എന്ന് വരുമ്പോൾ ഞാൻ സെമൻ അനാലിസിസും കൂടി ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ കണ്ടീഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് യാതൊരുവിധ പ്രിവെന്റീവ് മെഷേഴ്സും എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ ഇന്ന് പലരും ഇങ്ങനെ നോക്കാതെയാണ് ഇതുപോലുള്ള മരുന്നുകൾ കഴിക്കുന്നത്. അതിനാലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. വിവാഹം കഴിഞ്ഞാൽ ഒരു പ്രീമറിറ്റൽ കൗൺസിലിംഗും ഫെർട്ടിലിറ്റി ഇവാലുവേഷൻ അഥവാ അവർ എടുത്തിരുന്നുവെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്നില്ല. ഇതിനെ ഞാൻ കഫേ ടെസ്റ്റ് എന്നാണ് പറയുക, കൗൺസിലിംഗ് ആൻഡ് ഫെർട്ടിലിറ്റി ഇവാലുവേഷൻ ടെസ്റ്റ്. അപ്പോൾ നിങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചുവെങ്കിൽ കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ പറഞ്ഞതുപോലുള്ള മെഡിക്കൽ ഡോക്യുമെന്റ്സ് എല്ലാം എടുത്തതിന് ശേഷം ഒരു പ്രീമറിറ്റൽ കൗൺസിലിംഗും അതിൽ ഫെർട്ടിലിറ്റി ഇവാലുവേഷൻ കൂടി നടത്തണമെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.